പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സ്വർണം കടം കൊടുക്കാൻ പറ്റുകയില്ല എന്ന് കേട്ടു. അതിൻ്റെ ഒരു വിശദീകരണം അറിയാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഒരു ശ്രോതാവ് അലി ജാബയിലേക്ക് ആവശ്യപ്പെടുന്നത്. അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തെക്കുറിച്ചുള്ള വിധി വിലക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ 6 വിഭാഗങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തി. ഹദീസിൽ അസ്നാഫു സിത്ത 6 വിഭാഗങ്ങൾ എന്ന് പ്രത്യേകമായി പറഞ്ഞു. അത് കാരക്കയും സ്വർണവും വെള്ളിയും ഗോതമ്പും ബാർലിയും ഉപ്പും ഇവയെ 2 വിഭജിക്കാം. ഒന്ന് ഭക്ഷ്യവസ്തുക്കൾ, അത് കാരക്ക, ബാർലി, ഉപ്പ്, ഗോതമ്പ്, ഈ വസ്തുക്കൾ. മറ്റ് ഒന്ന് നാണയങ്ങൾ, അല്ലെ വില വധിക്കുന്ന വസ്തുക്കൾ, അതാണ് സ്വർണവും വെള്ളിയും. അപ്പോൾ 2 ഭാഗിച്ചു. ഒന്ന് മൂല്യം ഉള്ള വസ്തുക്കൾ സ്വർണവും വെള്ളിയും, മറ്റൊന്ന് ഭക്ഷ്യവസ്തുക്കൾ 4 വസ്തുക്കൾ, 4 2 6. ഇവയിൽ മൂല്യമുള്ള വസ്തുക്കൾപ്പെട്ട 2 കാര്യങ്ങളാണ് സ്വർണവും വെള്ളിയും. ഇതിൽപ്പെട്ട ഒരേ വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കൾ തന്നെ കൈമാറ്റം ചെയ്യുമ്പോൾ ചില നിബന്ധനകളുണ്ട്. അഥവാ സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ ഉള്ള നിബന്ധന, വെള്ളിയും കൈമാറ്റം ചെയ്യുമ്പോൾ നിബന്ധനയുണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ 4 വസ്തുക്കൾ അവ പരസ്പരം കൈമാറ്റം ചെയ്യുക. ഗോതമ്പും കൈമാറുമ്പോൾ, ഉപ്പും കൈമാറുമ്പോൾ, ബാർലിയും കൈമാറുമ്പോൾ എന്താണ് നിബന്ധന? 2 നിബന്ധനകളാണ്. ഒന്ന്, എത്രയാണോ അങ്ങോട്ട് കൊടുത്തത് അത്ര തന്നെ തിരിച്ചു കിട്ടണം. യദം ബിയദ്, അദ്ദഹബു ബിദ്ദഹബ്, വൽഫിദ്ദ ബിൽഫിദ്ദ, വൽബുർറു ബിൽബുർ, വശ്ശഈറു ബിശ്ശഈർ, വൽമിൽഹു ബിൽമിൽഹ്, വത്തംറു ബിത്തംർ. യദം ബിയദിൻ സവാഅൻ ബിസവാ, സമാസമമായിരിക്കണം. 10 പവൻ പഴയ സ്വർണം കൊടുത്താൽ 10 പവൻ സ്വർണം തന്നെയായിരിക്കണം തിരിച്ചു വാങ്ങേണ്ടത്. 1 കിലോ കാരക്കയാണ് പഴയത് കൊടുത്തതെങ്കിൽ 1 കിലോ കാരക്ക നല്ലത്. അപ്പോൾ ഒരേ തൂക്കമായിരിക്കണം. 2, യദംബിയത്, ഓൺ ദ സ്പോട്ടിൽ കച്ചവടം. അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു. കടവിട്ട് പോകാൻ പാടില്ല, കച്ചവട സ്ഥലത്തുനിന്ന് പോകാൻ പാടില്ല. സ്വർണം പഴയത് അങ്ങോട്ട് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് റിബയായി തീരുന്നു. ഇതാണ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഇവ തന്നെയും വ്യത്യസ്ത ഇനങ്ങൾ തന്നെയാണെങ്കിലോ, അഥവാ സ്വർണവും വെള്ളിയുമാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. എന്താണ് നിബന്ധന? ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തണം. 500 ഗ്രാം വെള്ളി കൊടുത്ത് 2 പവൻ സ്വർണം വാങ്ങാവുന്നതാണ്. ഒരേ തൂക്കം ആകണം എന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ അത് ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തണം. 1 കിലോ കാരക്ക കൊടുത്ത് 5 കിലോ ഉപ്പ് വാങ്ങാവുന്നതാണ്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തണം. ഇനി ഈ 2 വ്യത്യസ്ത ഇനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോഴോ, അഥവാ സ്വർണം കൊടുത്ത് ഗോതമ്പ് വാങ്ങുന്നു, വെള്ളി കൊടുത്ത് ഉപ്പ് വാങ്ങുന്നു എങ്കിൽ ഒരു നിബന്ധനയുമില്ല. ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടത്തേണ്ടതില്ല, സമാസം ആകണം എന്ന നിബന്ധനയും വെക്കുന്നില്ല. ഇത് ഈ ഹദീസിലും അതിൻ്റെ വിശദീകരണത്തിലുമൊക്കെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഒരു ഉദാഹരണം കൂടെ ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് 1 സാഅ് കാരക്കയുമായി വന്നു. മുന്തിയ ഇനം കാരക്കയാണ്. ബിലാലിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കാരക്ക വാങ്ങുവാനുള്ള അവസ്ഥയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടുന്നാ ബിലാൽ കാരക്ക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ അല്പം മോശമായ 2 സാഅ് കാരക്ക ഉണ്ടായിരുന്നു. ആ 2 സാഅ് കാരക്ക കൊടുത്ത് 1 സാഅ് ബുറനി കാരക്ക, നല്ല കാരക്ക ഞാൻ വാങ്ങി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി. അപ്പോൾ 2 സാഅ് കൊടുത്ത് 1 സാഅ് വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പലിശ പറഞ്ഞു, ഐനു റിബ, തനിച്ച പലിശയായല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിന് പരിഹാരം, അഥവാ പഴയ സ്വർണവും പുതിയ സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോഴുള്ള പരിഹാരം ശ്രദ്ധിക്കേണ്ടതാണ്. ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്തുകൊണ്ട് താങ്കൾക്ക് ആ 2 സാഅ് കാരക്ക വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് നല്ല കാരക്ക വാങ്ങിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പഴയ സ്വർണം കൊടുത്തതിൻ്റെ കാശ് നമ്മുടെ കൈവശമാക്കി പിന്നീട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള പരിഹാരം.
ഒരു പക്ഷേ നമ്മൾ സാധാരണക്കാർ മാത്രമല്ല അല്പമൊക്കെ പഠിച്ച ആളുകൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഹദീസിലും ഷുറൂഹുൽ ഹദീസിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലുമൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.